വിവാദങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിൽക്കെ കണ്ണൂർ മേയർ രാജിവെച്ചു. മുന്നണി ധാരണ പാലിച്ച് മുസ്ലിം ലീഗിന് മേയർ സ്ഥാനം കൈമാറുന്നതിന് മുന്നോടിയായാണ് രാജി. ഡെപ്യൂട്ടി മേയർ ഷബീനയ്ക്കാണ് താൽക്കാലിക ചുമതല. കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണം നിലനിർത്തിയതിന് പിന്നാലെയെടുത്ത നിർണായക തീരുമാനം UDF പ്രാവർത്തികമാക്കി. ഭരണസമിതി 3 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് മേയർ TO മോഹനൻ രാജി സമർപ്പിച്ചത്. ഇനിയുള്ള 2 വർഷം മുസ്ലിം ലീഗിന്റെ ഊഴമാണ്. ആരോപണങ്ങളും ആഭ്യന്തര കലഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് രാജി എന്നതും ശ്രദ്ധേയമാണ്. മോഹനൻ മേയറായിരുന്ന അവസാന കൗൺസിലും ബഹളത്തിൽ മുങ്ങി. സ്ഥിരം സമിതി അധ്യക്ഷനായ PK രാഗേഷ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി. പടന്നപ്പാലത്തെ മൈക്ക് വിവാദത്തിന് ശേഷം തുടർച്ചയായി ഉണ്ടാകുന്ന വിമതസ്വരങ്ങൾക്കെതിരെ മുൻ മേയർ ആഞ്ഞടിച്ചു. ഒരാൾ ഉന്നയിക്കുന്നത് ജനാധിപത്യവും 54 ആൾ ചേർന്നെടുക്കുന്ന തീരുമാനം ഏകാധിപത്യവുമാകുന്നത് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കിട്ടുന്ന എന്തും ആരോപണമായിട്ട് ഉന്നയിക്കുക എന്ന നിലയിലേക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മോഹനൻ വിമതരുമായി അനുരഞ്ജനത്തിൽ എത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് തീരാത്ത തലവേദനയായേക്കും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.